ചെറുപ്പത്തില് വിൻഡോ സീറ്റിന് വേണ്ടി കരഞ്ഞവരാണോ നിങ്ങൾ? കാറായാലും, ബസ്സായാലും, ട്രെയിനായാലും, ഫ്ലൈറ്റായാലും. എന്താ നമുക്ക് വിൻഡോ സീറ്റിനോട് ഇത്രയും ഇഷ്ടം? ഇപ്പോഴും അതേ വിൻഡോ സീറ്റ് തന്നെയല്ലേ നിങ്ങളുടെ ഫേവറേറ്റ്? പണ്ടത്തെ ബസ്സൊക്കെ ഓർമ്മയില്ലേ? ഷട്ടറൊക്കെ ഇട്ട ബസ്. മഴയാണെങ്കിലും വെയിലാണെങ്കിലും സഹോദരങ്ങളുമായിട്ട് വിൻഡോ സീറ്റിനുള്ള അടി അത് ഉറപ്പാണ്. ഞാനും ആ കൂട്ടത്തിലായിരുന്നു. എൻ്റെ ഉമ്മച്ചി എപ്പോഴും എന്നോട് പറയും, കാറ്റടിക്കും, തണുപ്പടിക്കും, പനി പിടിക്കും, വിൻഡോ സീറ്റിൽ ഇരിക്കണ്ടാന്ന്. ആര് കേൾക്കാൻ? ഞാൻ കരഞ്ഞ് നിലവിളിച്ച് അവസാനം വിൻഡോ സീറ്റിൽ തന്നെ കയറിയിരിക്കും. എന്തിനാ? 2 മിനിറ്റ്, ഏറിയാൽ 5 മിനിറ്റ്. ഒന്നുകിൽ ഉറങ്ങും, അല്ലെങ്കിൽ കാറ്റടിക്കുമ്പോ ഉമ്മച്ചിയുടെ വക താക്കീത്. മതി, ഇനി വേണ്ട, ഇങ്ങോട്ട് മാറിയിരിക്കെ. ചേച്ചിയാണെങ്കിൽ കിട്ടിയ തക്കത്തിന് ആ സീറ്റിൽ കയറിയിരിക്കും. ഷട്ടറിട്ട ബസ്സിന് ഗുഡ് ബൈ പറഞ്ഞ് ഗ്ലാസ് വിൻഡോ വന്നു. അതോടെ വേറൊരു പ്രശ്നം. മുന്നിലിരിക്കുന്നവർ പിന്നിലോട്ടും പിന്നിലിരിക്കുന്നവർ മുന്നിലോട്ടും തള്ളി തള്ളി ആ ഗ്ലാസ് ലോക്കാവുന്നത് വരെ തള്ളും. പിന്നെ കണ്ടക്ടർ ചേട്ടൻ വരണം അതൊന്ന് ശരിയാക്കാൻ. ഇനി ചില സീറ്റിലിരുന്നാൽ ഒന്നും ചെയ്യാനും കഴിയില്ല. ഗ്ലാസ് നമുക്കാണോ അല്ല അവർക്കാണോ എന്ന് പോലും അറിയാത്ത അവസ്ഥ. ട്രെയിൻ യാത്രയിലെങ്കിലും ഒരു മാറ്റം സംഭവിക്കുമെന്ന് കരുതി അവിടെയും വിൻഡോ സീറ്റ് തന്നെ വേണം. പക്ഷെ ട്രെയിനിലെ വിൻഡോ സീറ്റ് അത് വേറൊരു വൈബ് തന്നെയാണ്. നല്ല കാറ്റും പുറത്തുള്ള കാഴ്ചകളും, പിന്നെ കുറിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സൂപ്പർ. കാലം മാറി AC കോച്ച് ആയപ്പോഴെങ്കിലും എന്തെങ്കിലും മാറ്റം സംഭവിക്കുന്നു കരുതി ഒരു മാറ്റവും ഇല്ല. വിൻഡോ സീറ്റിനായിട്ടുള്ള തർക്കം ഇപ്പോഴും തുടരുന്നു. എന്തിനാണ് AC കോച്ചിലെ വിൻഡോ സീറ്റ്? ആ ഗ്ലാസ് തുറക്കാൻ പോലും കഴിയില്ല. അതൊക്കെ പോട്ടെ, ഇനി ഫ്ലൈറ്റിലാണെങ്കിൽ എന്ത് കാണാനായിട്ടാണ് ഈ വിൻഡോ സീറ്റിന് വേണ്ടി അടി കൂടുന്നതെന്ന് ഇന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ അടി, അതിലൊരു കോംപ്രമൈസും ഇല്ല ഈ പ്രായത്തില്. പുറത്തേക്ക് നോക്കിയാൽ ക്ലൗഡ്സ്, എവിടെയും ക്ലൗഡ്സ്. എന്നാലും വിൻഡോ സീറ്റ് വേണം. അതെന്തായിരിക്കും? ഒരുപക്ഷെ നമുക്ക് യാത്ര ചെയ്യുന്നതിനേക്കാൾ പുറത്തേക്ക് നോക്കിയിരിക്കുന്നതായിരിക്കുമോ കൂടുതൽ ഇഷ്ടം? അറിയില്ല. എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് മുന്നേ അല്ലെങ്കിൽ നമുക്ക് പിന്നെ ഓടിപ്പോകുന്ന മരങ്ങളും, വഴിയരികിലെ വീടുകളും, പാടങ്ങളും, ആളുകളും, ഈവൻ ക്ലൗഡ്സ് പോലും, അതൊക്കെ നോക്കിയിരിക്കാൻ ഒരു പ്രത്യേക രസമാണ്. ശരിയല്ലേ ഞാൻ പറയുന്നത്? നിങ്ങളും വിൻഡോ സീറ്റിന് വേണ്ടി ചെറുപ്പത്തിൽ അടികൂടിയിട്ടുണ്ടെങ്കിൽ ആ ചെറിയ കഥ കമന്റ് ബോക്സിൽ എഴുതാൻ മറക്കണ്ട കേട്ടോ. ബൈ.